ആണെങ്കിൽ അപ്പപ്പ കാണുന്നതും അതുപോലെ ചിന്തിക്കുന്നതൊക്കെയാണ് ഉണ്ടാക്കാറ് വൈകുന്നേരത്തെ സ്നാക്കിനായിട്ട്. ഇതെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പേ മനസ്സിൽ കണ്ട് മുൻകൂട്ടി അങ്ങ് ബ്രെഡൊക്കെ വാങ്ങി വെച്ചു. ബ്രെഡ് റോളാണ് കേട്ടോ ഇന്നത്തെ മെയിൻ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതാകുമ്പോൾ കുറച്ച് വയറങ്ങ് നിറയണം. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വയറൊന്ന് ഫുള്ളാവണം. എൻ്റെ പോളിസി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പിള്ളേർക്കായാലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. മറ്റാണെങ്കിൽ വയറ് നിറയുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് വേണം ഇത് വേണം പിന്നെ വേറൊന്നും കഴിക്കാനില്ലേ, ഇതൊക്കെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ അമ്മമാർക്ക് വല്ലാത്ത വിഷമവും ദേഷ്യമൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആകുമ്പോഴെന്തായാലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില്ലേ ഇതില്ലേ എന്നുള്ള ചോദ്യം അങ്ങ് സ്റ്റോപ്പാകും. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ എണ്ണ എന്ന് പറയുന്നത് ചൂടുകാലത്ത് ഒരിക്കലും അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാക്ക് ബ്രെഡും എടുത്തു വെച്ചു, 2 മുട്ടയും അങ്ങ് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചു, എണ്ണ തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു ബ്രെഡ് അടിക്ക് പിടിച്ചു. ഞാൻ വെച്ചാൽ ആരോ വിളിച്ച സമയത്ത് അങ്ങ് പോയി സംസാരിച്ചു, ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം. ബ്രെഡ് പറയുമ്പോൾ കുറച്ചൊരു സോഫ്റ്റൊക്കെ അല്ലേ, അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് അതങ്ങ് നമുക്ക് ക്രിയേറ്റിവിറ്റിയല്ലേ എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് അതുപോലെ കുറച്ച് ചിക്കനും കൂടെ ഇട്ടിട്ടുള്ള ഫില്ലിങ്സാണ്. ചിക്കൻ ഞാൻ സാധാരണ എന്ന് വെച്ചാൽ ഫ്രൈ എന്താ പറയുക കുക്കറിലിട്ട് 2 വിസിലൊക്കെ അടിക്കാറാണ്. ഇന്ന് അതൊന്നുമില്ല, ഇന്ന് ഫ്രൈ ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് പൊടിച്ചിട്ടു കൈകൊണ്ട് തന്നെ. എന്നിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് ചിക്കൻ മസാലയും കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ഫില്ലിങ്സാണ്. ഇതുപോലെ നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ബ്രെഡ് ക്രംസിലും അതുപോലെ മുട്ടയുടെ കോട്ടിലും ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുത്ത സംഭവം റെഡി. ഇത് ഇവിടുത്തെ കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ 30-40 രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന്. അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്കതിൻ്റെ വലിയൊരു വില കാണില്ല. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ പറയും ഇതൊന്നും വാങ്ങേണ്ട, നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ മോശമാണ്, കാരണം ബ്രെഡ് നന്നായിട്ട് എണ്ണ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചാൽ കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഈ കറുത്ത ഒരു കളറ് കാണുന്നത്. പക്ഷേ എനിക്ക് ഡെയിലി അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും വലിയൊരു ചുവ വ്യത്യാസമൊന്നുമില്ല. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കടുകെണ്ണ ചിലപ്പോൾ പിടിക്കില്ല, പക്ഷെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണ് ഇത്ര വലിയ പണി. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും ഇതുപോലെ ചെയ്തെടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ചിലത് ഷേപ്പൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബ്രെഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഉറപ്പില്ലാത്ത ബ്രെഡാണ്. ബ്രെഡ് പലതരം ഉണ്ടല്ലോ, അപ്പോൾ ഉറപ്പുള്ള ബ്രെഡ് നോക്കിയിട്ട് വാങ്ങുക.